നിപ്പ ബാധിച്ച യുവാവ് മരിച്ച മലപ്പുറം നടുവത്ത് രോഗലക്ഷണങ്ങളുള്ള 10 പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ലബോറട്ടറിയിലാണ് പ്രാഥമിക പരിശോധന നടത്തുക. മരിച്ച 23-കാരന്റെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് സമ്പർക്കമുണ്ടായ കൂടുതൽ പേരെ കണ്ടെത്താൻ ശ്രമം തുടരുകയാണ്. മലപ്പുറം ജില്ലയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ചെറിയ തോതിലെങ്കിലും നിപ ലക്ഷണങ്ങൾ കണ്ടെത്തിയ 10 പേരുടെ സാമ്പിളാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ച് ശേഖരിച്ചത്. ഇതിൽ 5 പേർ ഐസൊലേഷനിലാണ്. സാമ്പിളുകൾ കോഴിക്കോട് ലാബിൽ വെച്ച് പരിശോധിക്കും. നിപ ബാധിച്ചു മരിച്ച 23-കാരന്റെ കോൺടാക്ട് ട്രേസിംഗ് വെല്ലുവിളിയെങ്കിലും പുരോഗമിക്കുകയാണ്. ഓഗസ്റ്റ് 22-ന് ബംഗളൂരുവിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം എവിടെയെല്ലാം പോയി എന്ന കൃത്യത വരുത്താൻ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും ആരോഗ്യവകുപ്പ് ആരംഭിച്ചു. ഇതിനുശേഷം റൂട്ട് മാപ്പ് തയ്യാറാക്കും. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ആരംഭിച്ച ഫീവർ സർവേ തുടർന്നുള്ള ദിവസങ്ങളിലും നടക്കും. ഇന്ന് പഞ്ചായത്തിലെ 5 വാർഡുകളിൽ സർവേ പൂർത്തിയാക്കും. നിയന്ത്രണങ്ങളുടെ ഭാഗമായി കലക്ടർ 4, 5, 6, 7 വാർഡുകളിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൂട്ടം കൂടുന്നതും അതുപോലെ തന്നെ പൊതുയിടങ്ങളിൽ മാസ്ക് ധരിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രഖ്യാപനം ഇന്നലെ നടത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് മുഴുവൻ മാസ്ക് ധരിക്കണം എന്നുള്ള രൂപത്തിലേക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രോട്ടോകോൾ പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ജില്ലയിൽ നിലവിൽ വന്നു. കണ്ടെയ്ൻമെന്റ് സോണുകളായ തിരുവാലി പഞ്ചായത്തിലെ 4, 5, 6, 7 വാർഡുകളിലും മമ്പാട് പഞ്ചായത്തിലെ 7-ാം വാർഡിലും പൊതുജനങ്ങൾ കൂട്ടം കൂടാൻ പാടില്ല. വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ 10 മുതൽ വൈകിട്ട് 7 വരെ മാത്രമേ പ്രവർത്തിക്കാവൂ. സ്കൂൾ, കോളേജ് ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിനും അനുവാദമില്ല. മലപ്പുറത്ത് മാസ്ക് നിർബന്ധമാക്കി. 151 പേർ നിലവിൽ ക്വാറന്റൈനിലാണ്. മരിച്ച വിദ്യാർത്ഥിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ബംഗളൂരുവിലെ 15 സഹപാഠികൾ നിരീക്ഷണത്തിലാണ്. കേരള ആരോഗ്യവകുപ്പ് കർണാടക ആരോഗ്യവകുപ്പിന് വിവരം കൈമാറി. 24 മലപ്പുറം.